പ്പെട്ട വിദ്യാർത്ഥികളെ, ബഹുമാന്യരെ, ആദരണീയനായ ശ്രീ എ.പി.യുടെ അധ്യക്ഷതയിൽ നിരവധി ആദരണീയരായ തങ്ങന്മാർ കൂടി പങ്കെടുത്തിട്ടുള്ള ഒരു വേദിയാണ്. ഇതോടൊപ്പം MLA-മാരും വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മർക്കസിൻ്റെ ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. അതോടൊപ്പം മർക്കസിൻ്റെ കീഴിലുള്ള ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ മലബാറിൽ പ്രത്യേകിച്ചും, അതിൽ തന്നെ വിശേഷിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പഠനകാര്യത്തിലുള്ള ഉന്നമനത്തിൽ മർക്കസ് സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചു പോരുന്നത്. വലിയൊരു സാമൂഹിക സേവനമാണ് ഈ പ്രസ്ഥാനം നിർവഹിച്ചു പോരുന്നത്. മൂല്യാധിഷ്ഠിതമായ പഠന രീതികളിലൂടെ വിദ്യാർത്ഥികളെ നന്മയിലേക്ക് ഉയർത്തിയെടുക്കുക, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിൽ നിന്ന് പുതിയ കാലത്തിന് പര്യാപ്തമായ രീതിയിൽ സമൂഹത്തെ സജ്ജമാക്കിയെടുക്കുക, ഇത്തരം ലക്ഷ്യങ്ങളോടെയാണ് മർക്കസ് പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും ആദരണീയമായ കാര്യങ്ങളാണ്. വിദ്യാർത്ഥി ജീവിതം വലിയ തോതിൽ മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്നതിന് ഇടയാക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മതനിരപേക്ഷതയുടെ വിളനിലങ്ങളായിട്ടാണ് പൊതുവെ മാറിയിരുന്നത്. ആധുനികവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളെല്ലാം വിവിധ കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിച്ച് വളർന്നു വരുന്നതിന് സാഹചര്യമൊരുക്കിയവയായിരുന്നു. ഏത് വിദ്യാലയമെടുത്താലും അവിടെ മതനിരപേക്ഷതയാണ് വലിയ തോതിൽ ശക്തിപ്പെട്ടിരുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹം
ചെറിയ ചെറിയ ദൂഷ്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വളർന്നു വരാനിടയാവും. അതിലൊന്നാണ് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോകൽ. നമ്മുടെ ലോകത്ത് തന്നെ ഡ്രഗ്സ് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ പല മാഫിയയെപ്പറ്റിയും നമ്മൾ കേട്ടിട്ട് ഈ മാഫിയ യഥാർത്ഥത്തിലുള്ളത് എന്താണെന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ട്. ഡ്രഗ് മാഫിയ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിനേക്കാളും ശക്തിയുള്ള ഒരു കൂട്ടരാണ്. ചില രാജ്യങ്ങളിലെ ഗവൺമെൻറ്റിനേക്കാളും ശക്തി അവർക്കുണ്ട്, ശേഷി അവർക്കുണ്ട്. അത്രമാത്രം സമ്പത്ത് തെറ്റായ മാർഗത്തിലൂടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കരങ്ങൾ പലയിടത്തെത്തുകയാണ്. ഇപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്ത് വലിയ തോതിലാണ് മയക്കുമരുന്നിൻ്റെ വ്യാപനം നടക്കുന്നത്. നമ്മുടെ പഴയ ചരിത്രമെടുത്താൽ ഇപ്പം ഞങ്ങളെയൊക്കെ തലമുറ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികൾ മിക്കവാറും പുകവലിച്ചു തുടങ്ങും. അന്നത്തെ സമൂഹത്തിൽ കണ്ട് ശീലിച്ച് മുതിർന്നവരെ മാതൃകയാക്കി തുടങ്ങിയിട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പം നമ്മുടെ ക്യാമ്പസുകൾ എടുത്താൽ ഏറെക്കുറെ പുകവലി ഇല്ലാതായിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. ആ മാറ്റം വന്നത് നല്ല ബോധവൽക്കരണത്തിലൂടെയാണ്. ഇത്തരം പുകവലി ഉണ്ടാക്കുന്ന ആപത്തിനെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരായി. അങ്ങനെയാണ് പൂർണ്ണമായും, അതായത് പൂർണ്ണതയുടെ അടുത്തത്തക്ക രീതിയിൽ ഒഴിവാക്കാൻ കഴിഞ്ഞു. എന്നാൽ വന്നു ഭവിച്ചിട്ടുള്ള ആപത്ത് അതിനേക്കാളെല്ലാം വലുതാണ്. ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെക്കുക. വിദ്യാർത്ഥികളെ ലക്ഷ്യം വെക്കുന്നതിന് അവരുടെ ലാഭം വർദ്ധിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സമൂഹം നല്ല പ്രതികരണശേഷിയുള്ളൊരു സമൂഹമാണ്. തെറ്റിനെതിരെ പ്രതികരിക്കുന്നവരാണ്. അത്തരത്തിൽ പ്രതികരണശേഷിയുള്ളൊരു സമൂഹത്തിൻ്റെ പ്രതികരണശേഷി ഇല്ലാതാക്കൽ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ചിലയിടത്ത് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതുകൂടി നാം ഓർക്കേണ്ടതാണ്. മയക്കുമരുന്നിന് അടിപ്പെട്ടു പോയാലുള്ള അവസ്ഥ എന്താ? ഒരു ഭ്രാന്തമായ നിലയായിരിക്കും. മനുഷ്യൻ്റെ സ്വാഭാവിക രീതികളെല്ലാം ചോർത്തിക്കളിയാണ്. ഒരു ഭാഗത്ത് പ്രജ്ഞയില്ലാതാകുന്ന ഒരു പ്രത്യേക രീതിയിൽ, സുബോധമില്ലാതാകുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒന്നിനും ത്രാണിയില്ലാത്ത മട്ടിൽ ഒന്നിനും പ്രതികരിക്കാൻ കഴിയാത്ത ഒരാളായി മാറും. ഒരു പ്രത്യേക ലോകത്താണ് ആ മയക്കുമരുന്നിന് അടിപ്പെട്ടിയാലുള്ളത്.
എന്താണ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് തന്നെ അറിയില്ല. കുറച്ച് മാസം മുമ്പ് എറണാകുളത്ത് ഒരു ചെറിയ കുട്ടിയെ ഒരു കാരണവുമില്ല ഒരാളുടെ മുന്നിലൂടെ ആ കുട്ടി പോവുകയാണ്. ആ കുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിക്കളയും. ഈ ചെയ്തിയാള് മയക്കുമരുന്നിന് അടിപ്പെട്ടയാളാണ്. ഇപ്പോ കേൾക്കുന്നൊരു കാര്യം, നമ്മുടെ കുട്ടികൾ ചിലർ, പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ പണിയായിട്ടാണ് ചോദിക്കുക. ഈ മയക്കുമരുന്ന് ഇതാണ് നാം അതീവ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യം. ഒരു തരത്തിലും ഇത്തരം ദൂഷ്യങ്ങൾ ബാധിക്കാതിരിക്കണം. ഒരു തരത്തിലുള്ള വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പകയുടെയോ അംശങ്ങൾ എത്തിക്കാൻ പാടില്ല. ആ മനസ്സെപ്പോഴും നിർമ്മലമായി തന്നെ ഇരിക്കണം. ഇവിടെയാണ് മതനിരപേക്ഷതയുടെ പ്രാധാന്യം നിലകൊള്ളുന്നത്. നമ്മുടെ നാട്ടിൽ എല്ലാവരെയും സഹോദരങ്ങളായിട്ടാണ് നാം കാണേണ്ടത്. മനുഷ്യരെല്ലാവരും സഹോദരങ്ങളാണ്. ഏത് മതത്തിൽപ്പെട്ടയാളായാലും ഏത് ജാതിയിൽപ്പെട്ടയാളായാലും മനുഷ്യകുലത്തിലാണ് അവരെല്ലാവരുമുള്ളത്. എല്ലാവരുമായും ഇടപഴകുന്നവരാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം സാധാരണ നിലയിൽ അവരുടെ ഇടയിലില്ല. ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ വർഗീയമായി സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അത് അങ്ങേയറ്റം ആപത്താണ് ഉണ്ടാക്കുക. എങ്ങനെ വാർത്തെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഇളം മനസ്സിൽ ഒരു തരത്തിലുമുള്ള വർഗീയ വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ്. മതവിശ്വാസത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പം സംഭവിക്കില്ല. മതവിശ്വാസികളായി ജീവിക്കുന്നതുകൊണ്ട് നാട്ടിന് ചേരാത്ത ഒരു പ്രവണതയും വന്നു ചേരില്ല. എല്ലാ മതവും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഊന്നിയാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് വർഗീയതയുടെ പ്രത്യേകത? വർഗീയതയുടെ പ്രത്യേകത മറ്റു മതസ്ഥരെ ശത്രുവായി കാണുകയാണ്. അപ്പോൾ വർഗീയത ഇളം മനസ്സിൽ കുത്തിച്ചെലുത്താൻ ശ്രമം നടത്തിയാൽ അതിൻ്റെ ഫലമെന്തായിരിക്കും? ഒപ്പം പഠിക്കുന്ന കുട്ടിയെ തന്നെ ശത്രുവായി കാണുന്ന നിലയായിരിക്കും. ഇത് അങ്ങേയറ്റത്തെ ദുരവസ്ഥയാണ് ഉണ്ടാക്കുക. അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. ഇത് നമ്മുടെ സമൂഹത്തിൽ ഈ കാലത്ത് ചില ശക്തികൾ വലിയ തോതിൽ വർഗീയത പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മതനിരപേക്ഷതയുടെ പ്രത്യേകത എന്താ? മതനിരപേക്ഷതക്കൊരിക്കലും വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഇതാണ് മതനിരപേക്ഷതയുടെ പ്രത്യേകത. ശക്തമായി വർഗീയതയെ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവർ എതിർക്കും, വർഗീയതയെ ഒറ്റപ്പെടുത്തും. ഇളം മനസ്സ് എങ്ങനെയാണ് വർഗീയതയ്ക്ക് അടിമപ്പെടുന്നത്? ഇപ്പോൾ വർഗീയമായ ആക്രമണ സംഭവമല്ലെങ്കിലും ഒരു കുഞ്ഞ്, 7ാം തരത്തിൽ പഠിക്കുന്ന കുട്ടി, ആ കുട്ടി ഒരു കൊലക്കേസിൽ പ്രതിയായി. അതായത് ഈ വർഗീയത കൈമുതലാക്കിയിട്ടുള്ള ഒരു കൂട്ടരുടെ ശാഖയിൽ പോകുന്ന കുട്ടിയായിരുന്നു അത്. ഇക്കൂട്ടർ ഒരാക്രമണം പ്ലാൻ ചെയ്തപ്പോൾ ഈ ആക്രമണത്തിന് ഇരയാകേണ്ട ആള് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അയച്ചത് ഈ കുഞ്ഞിനെയാണ്, ഈ 7ാം തരത്തിലുള്ള കുട്ടിയാണ്. ആ കുട്ടി അവിടെ തന്നെ ഉണ്ടായി. ആ ആക്രമണം നടത്തുമ്പോൾ അവിടെ വന്ന് നിന്നു. ഇയാൾ ഉണ്ടെന്ന് മനസ്സിലാക്കി വിവരം കൊടുത്ത് ഇവരോടൊപ്പം വന്ന് ഇതിൽ പങ്കാളിയായി. അപ്പോൾ ഒരിളം മനസ്സിന് എങ്ങനെയാണ് മാറ്റം വരുന്നത് നോക്കണം. അടുത്ത നാളിൽ ഇത് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന RSS ശാഖയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് മുമ്പുണ്ടായ ഒരു സംഭവമാണ്. അടുത്ത നാളിൽ ഒരു വാർത്ത, ഒരു ഫോട്ടോ നമ്മളെല്ലാം മനസ്സിൽ പതിയത്തക്ക നിലയിൽ വന്നു. അത് ഒരു ചെറിയ കുട്ടി, വളരെ ചെറിയ കുട്ടി, ഈ പറഞ്ഞ 7ാം തരം ഒന്നുമില്ല, അതിനേക്കാളെല്ലാം ചെറിയ കുട്ടി. അത് IS ഭീകരരുടെ ക്യാമ്പിലാണ് ആ കുട്ടി. എന്നിട്ട് ആ കുട്ടിയാണ് അവർ കൊലപ്പെടുത്തേണ്ട ആളുടെ നേരെ തോക്കു ചൂണ്ടി വെടിവെക്കുന്നത്. ഈ ഇളം കുഞ്ഞ്, ഇളം മനസ്സ്, നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ആ തരത്തിലേക്ക് എങ്ങനെ മാറ്റിയെടുത്തു. വാർത്തയിൽ പറയുന്നത് ആ കുട്ടി കഴുത്തറക്കുന്ന ദൃശ്യമുണ്ടായി എന്നാണ്. ഇത് ഈ കുട്ടിയല്ല, വേറെ കുട്ടി. അപ്പോ വർഗീയതയിൽ നിന്നാണ് തീവ്രവാദത്തിലേക്ക് പോകുന്നത്. അത് വേറൊരു കാര്യം, വേറെ വകുപ്പിൽപ്പെട്ടതാണ്. അപ്പോൾ വർഗീയത നമ്മൾ അകറ്റി നിർത്തേണ്ട ഒരു കാര്യമാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരു ദുഃഖമാണ്. ആ ദുഃഖം അകറ്റാൻ നമുക്ക് കഴിയണം. ഇത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മയക്കുമരുന്ന്, വർഗീയത, വർഗീയതയുടെ മയക്കുമരുന്നു, അതൊരു മയക്കുമരുന്നാണ്. ഇത് രണ്ടും ക്യാമ്പസുകൾക്ക് പുറത്തു നിർത്താൻ നമുക്ക് കഴിയണം. അപ്പം അതിനുള്ള ശ്രമം സമൂഹം കൂട്ടായി നടത്തണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജ്മെൻറ്റുകളും നല്ലതുപോലെ ആ കാര്യം ശ്രദ്ധിക്കണം. കുട്ടികളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ കുട്ടികളെപ്പോഴും കൂടുതൽ സമയമുള്ളത് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. അപ്പോൾ അവർക്ക് അവിടെ വെച്ച് ഈ മയക്കുമരുന്നുകാർക്കൊക്കെ ബന്ധപ്പെടാൻ കഴിയും. എന്തെങ്കിലും പാടില്ലാത്തത് സംഭവിക്കുന്നുണ്ടോ എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അനഭിലഷണീയമായ മാർഗങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ നീങ്ങിപ്പോകാതിരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കും, അതോടൊപ്പം തന്നെ പൊതുസമൂഹവും ശ്രദ്ധിക്കണം. കുടുംബത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പല വീടുകളിലും ഈ മൊബൈൽ ഫോൺ വന്നതോടെ അച്ഛനമ്മമാർക്കൊക്കെ ഈ ഫോണിൽ സംസാരിക്കാനേ നേരം ഉണ്ടാവും. ഈ കുട്ടിയോട് 2 കളിതമാശ പറയാൻ സമയം ഉണ്ടാവില്ല.
അപ്പോൾ കുട്ടിയുടെ വികാരം കൃത്യമായി മനസ്സിലാക്കാനും കഴിഞ്ഞില്ല എന്ന് വരും. അതൊക്കെ ഇന്നത്തെ കാലത്തിന് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തെറ്റിപ്പോകുന്നുണ്ടോ, വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നത് മനസ്സിലാക്കാൻ ഈ ഓരോരുത്തരുടെയും തിരക്കുകൊണ്ട് കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ കുടുംബങ്ങളും ആ കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് മതനിരപേക്ഷതയുടെ, മനുഷ്യസ്നേഹത്തിൻ്റെ മൂല്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കാനാണ്. ഇക്കാര്യത്തിൽ സമൂഹത്തിൻ്റെ ആകെ മുൻകൈയുണ്ടാവണം. മർക്കസിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്താകെ നടത്തിവരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുണ്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം എല്ലാ തരത്തിലും അഭിനന്ദനീയമായ കാര്യങ്ങളാണ്. 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മർക്കസിൻ്റെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചു വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ മാതൃകാപരമായ സേവനം മർക്കസ് നടത്തിവരികയാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിനകത്തും പുറത്തും മാതൃകാപരമായ മികവ് പുലർത്തിയ മേഖലയാണ്. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതുമാണ്. മികവുറ്റ അധ്യാപക സമൂഹം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടുന്ന വിദ്യാർത്ഥി സമൂഹവും നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഗുണപരമായ ഒട്ടേറെ മുന്നേറ്റങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. പഴയ കാലമെടുത്താൽ ഇപ്പം നമ്മൾ കണ്ടതുപോലെയുള്ള ഉദ്ഘാടനം നടത്തിയതുപോലുള്ള അങ്ങനെയുള്ള സാങ്കേതികമായ വിദ്യകളൊന്നും വികസിച്ച കാലമല്ല പഴയത്. അടിസ്ഥാനപരമായ സൗകര്യങ്ങളും അത്രയൊന്നും മെച്ചപ്പെട്ടിരുന്നില്ല. വിദ്യാലയ നടത്തിപ്പ് ആ കാലത്ത് സാമൂഹ്യ സേവനത്തിൻ്റെതായ ഒരു മാർഗമായിരുന്നു. നമ്മുടെ കേരളത്തിലെ ഈ പറയുന്ന വിദ്യാഭ്യാസ മികവ് നേടിയത്, ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് കേരളം വളർന്നെത്തിയത് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്ന അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച കൊണ്ടാണ്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വളർന്നത്. ഇതിന് തന്നെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം പരിശോധിച്ചാൽ ആദ്യഘട്ടത്തിൽ അപൂർവം ആളുകൾക്ക് മാത്രമേ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുള്ളൂ. ഞങ്ങളെയൊക്കെ ചെറുപ്പകാലത്തെടുത്താൽ നാട്ടുമ്പുറങ്ങളിൽ വിദ്യ അഭ്യസിച്ചവർ ചുരുക്കമായിരുന്നു. പ്രായമുള്ളവരൊന്നും വിദ്യ അഭ്യസിച്ചവരായിരുന്നില്ല. പലരും അപൂർവം ആളുകളെ ഉണ്ടായിരുന്നു. കുട്ടികൾ, ഒന്നിച്ചുള്ള കുട്ടികളും പഠിത്തം അവസാനിപ്പിക്കുന്നവരായിരുന്നു വളരെ കൂടുതൽ. ഇതായിരുന്നു ഒരു കാലം. എന്നാൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് വിദ്യാലയങ്ങൾ വളർന്നു വന്നത്? 1956 നമ്മുടെ സംസ്ഥാനം രൂപം കൊള്ളുന്നത്. 57 ആദ്യത്തെ ഗവൺമെൻറ് വന്നു, EMSന് നേതൃത്വമുള്ള ഗവൺമെൻറ്. ആ ഗവൺമെൻറ് പൊതുവിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ നല്ല ശ്രമം നടത്തി. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾക്ക് നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകളും ഹൈസ്കൂളുകളും ചിലപ്പോൾ കോളേജും വരെയുണ്ട് എന്നായി. ഞാൻ കോളേജിൽ നടന്നുപോയി പഠിച്ചയാളായിരുന്നു, വാഹനത്തിലല്ല. എൻ്റെ വീട്ടിൽ നിന്ന് നടന്ന് 4 നാഴികയിലധികം വരും, 4 മൈലിലധികം വരും, 5 മൈലോളം വരും. അത്രയും ദൂരം നടന്നുപോയി പഠിച്ചയാളായിരുന്നു ഞാൻ. അതിനേക്കാളും ദൂരം നടന്നവരുണ്ട്. ഇതെൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതായിരുന്നു പഴയ കാലം. എന്നാലും നടന്നെത്താവുന്ന ദൂരത്ത് വിദ്യാലയങ്ങളുണ്ടായി. നിങ്ങൾ എവിടം വരെ പഠിക്കണോ
അവിടം വരെ പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലുണ്ടായി. ഏത് പാവപ്പെട്ട കുട്ടിക്കും പഠിക്കാവുന്ന സൗകര്യം വന്നു. ഇതിൻ്റെ ഭാഗമായാണ് നമുക്ക് നല്ലതുപോലെ വിദ്യാലയങ്ങൾ വളർന്നു വരാനിടയായി. അന്നത്തെ വിദ്യാലയ നടത്തിപ്പ്, അക്കാലത്ത് സർക്കാർ വിദ്യാലയം മാത്രമല്ല, മറ്റതെല്ലാം സ്വകാര്യ വിദ്യാലയങ്ങളാണ്. ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം എടുത്താൽ അവിടെ ഒറ്റ സർക്കാർ വിദ്യാലയം, പിന്നെ ഹൈസ്കൂള് ഞാൻ MLA ഒക്കെ ആയതിനു ശേഷം സ്ഥാപിച്ചത് മാത്രമല്ല, അത് സർക്കാർ വിദ്യാലയമാണ്. അതിനു മുമ്പുള്ള എല്ലാ വിദ്യാലയങ്ങളും സ്വകാര്യ വിദ്യാലയങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ വിദ്യാലയങ്ങളാണ്. അവയെല്ലാം എയ്ഡഡ് ആണ്, പിന്നീട് വന്ന എയ്ഡഡ് സ്ഥാപനങ്ങളാണ്. അത്തരം സ്ഥാപനങ്ങൾ സ്ഥാപിച്ചവർക്ക് സാമൂഹിക സേവനത്തെപ്പറ്റി മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ. അതിലൂടെ 4 കാശുണ്ടാക്കി കളയാം എന്നവരാരും ധരിച്ചിട്ടില്ല. കാരണം കാശുണ്ടാക്കാനേ കഴിയില്ല. കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക, ഇത് മാത്രമായിരുന്നു അവരുദ്ദേശിച്ചിരുന്നത്. ആ തരത്തിലാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങൾ വളർന്നു വന്നത്. എന്നാൽ ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു, സാങ്കേതിക സൗകര്യങ്ങളുടെ ലഭ്യത കൂടുതലായി. അങ്ങനെയുള്ള ഇക്കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നാം കേൾക്കേണ്ടി വരികയാണ്. ഇതിന് കാരണം മറ്റേത് മേഖലയിലും എന്നതുപോലെ തന്നെ ഈ മേഖലയിലും വ്യാപിച്ച ലാഭക്കൊതി തന്നെയാണ്. ലാഭക്കൊതിയാണ് ഇവിടെ വില്ലനായി മാറിയിരിക്കുന്നത്. ഇതിലൊരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ, വിദ്യാർത്ഥികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന പ്രവണത നല്ലതുപോലെ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ കേൾക്കുന്നത് അതിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികളെ തല്ലുന്ന കൂട്ടർ വരെയുണ്ട് എന്നാണ്. തല്ലാനുള്ള സംഘത്തെ അടക്കം വിദ്യാലയത്തിൽ ഒരുക്കി നിർത്തിയിരിക്കുന്നതാണ്. ഇതും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സാമൂഹ്യ സേവനം എന്ന ലേബലിൽ നിന്നാണ് പണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയത്. പക്ഷെ അതിൽ നിന്ന് വ്യതിചലിച്ച് പൊതുസമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ചെയ്തികളിൽ ചില വിദ്യാഭ്യാസ മാനേജ്മെന്റുകൾ ഏർപ്പെടുന്നുണ്ട്. അത് ആ രീതി, അത്തരം വിദ്യാഭ്യാസ മാനേജ്മെന്റുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസ രംഗം സങ്കീർണമായ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാന പ്രശ്നം എന്താ? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ലാഭം എന്ന പദം ആവർത്തിച്ച് കേൾക്കുന്നു എന്നുള്ളതാണ്. ലാഭം ഏതിലാ? ലാഭം കച്ചവടത്തിലാണ്. കച്ചവടത്തിലാണ് ലാഭവും നഷ്ടവും വരുന്നത്. അപ്പോൾ ലാഭകരമല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനം എന്ന അപകടകരമായ പ്രയോഗം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായി. അത് അടച്ചുപൂട്ടേണ്ടതാണ്. ലാഭകരമല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടതാണ് എന്ന പ്രയോഗം തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. അപ്പോൾ വിദ്യാഭ്യാസത്തിന് ലാഭം എന്ന് പറയുന്നത് എന്താ? വിദ്യാഭ്യാസത്തിൻ്റെ ലാഭം എന്നത് കാര്യക്ഷമതയും പ്രതിബദ്ധതയുമുള്ള പുതിയ തലമുറയാണ്. ഇതാണ് ഇതേവരെ നാം മലയാളികൾ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഓരോ സ്ഥാപനത്തിൽ നിന്നും പുറത്തു വരുന്ന വിദ്യാർത്ഥികൾ, അവരാണ് ലാഭം, അതാണ് മുതൽക്കൂട്ട്. ആ ധാരണ തിരുത്താനാണ് ചിലർ ശ്രമിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലാഭത്തിനുള്ള വ്യവസായ ബിസിനസ് സ്ഥാപനങ്ങളാക്കണമെന്ന ചിന്താഗതി ചിലരിലൊക്കെ വളർന്നു വരുന്നുണ്ട്. ഇത് നാം ശക്തമായി തിരിച്ചറിയേണ്ട ഒരു ദൂഷ്യമാണ്. സർക്കാരിൻ്റെ കാഴ്ചപ്പാട് ഇക്കാര്യത്തിൽ മാറുന്ന കാലത്തിന് ഉചിതമായ
വിദ്യാഭ്യാസ രീതികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ്. അതിനുള്ള കർമ്മപരിപാടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു വലിയ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ മിഷൻ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ പൊതുവിദ്യാലയങ്ങളും ഹൈടെക് വിദ്യാലയങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമുണ്ട്. 1-ാം തരം മുതൽ 12-ാം തരം വരെ സ്മാർട്ട് ക്ലാസ് മുറികൾ, ഹൈടെക് വിദ്യാലയങ്ങൾ. അതുപോലെ തന്നെ ശാസ്ത്രീയമായ ഒരു പാഠ്യപദ്ധതി ആവിഷ്കരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്കൂൾ ഓരോ മണ്ഡലത്തിലും എന്ന തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് 1000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളും പിന്നീട് ഉയർന്നു വന്നപ്പോൾ എല്ലാ വിദ്യാലയങ്ങളും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്ന തരത്തിലാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഈ വർഷം അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങൾ ഉണ്ടാക്കി തീർക്കുക എന്നതിന് 250 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള നവീകരണം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ മാറ്റുന്നതിനാണ് നടപടികൾ സ്വീകരിച്ചു വരുന്നത്. പൊതുവിദ്യാലയങ്ങൾ സജീവമാക്കുക, ഹൈടെക് ആക്കുക, സ്മാർട്ട് ക്ലാസ് മുറികളാക്കുക എന്ന് പറയുമ്പോൾ അതിനാവശ്യമായ പണം മുഴുവൻ നാട്ടിനാകെ സമാഹരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാർ ഒരു പങ്ക് വഹിക്കും, എന്നാൽ അതിനു പുറമെ നാടാകെ അതിനോടൊപ്പം ഉണ്ടാകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂളുകളിൽ നിന്നും പഠിച്ചു പുറത്തു വരുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കത്തക്ക രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗവും മാറണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗവും അതിനനുസരിച്ച് മെച്ചപ്പെടുത്താനുള്ള നീക്കങ്ങൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ലോക കമ്പോളത്തിലാണല്ലോ മത്സരിക്കുന്നത്. അപ്പം അതിനുള്ള മിടുക്കരെയും മിടുക്കികളെയും സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മർക്കസിൻ്റെ കീഴിലുള്ള വിദ്യാലയങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവയാണ്. മാതൃകാപരമായി അവ പ്രവർത്തിക്കുന്നു എന്നത് നല്ല കാര്യമാണ്. ഒരിക്കൽ കൂടി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.